നമസ്കാരം. ടീ ടൈം ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ 2-3 ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് ദീപക് എന്ന യുവാവിൻ്റെ മരണത്തെക്കുറിച്ചാണ്. റീൽസുകളുടെ കാലമായ ഈ സന്ദർഭത്തിൽ റീൽസിനു വേണ്ടി ഒരു മനുഷ്യക്കുരുതി തന്നെ നടന്നിരിക്കുന്നു. ഷിംജിത മുസ്തഫ ഒരു ബസ്സിൽ കയറി. ആ ബസ്സിൽ ലൈംഗികാതിക്രമം നടന്നതായി ചൂണ്ടിക്കാട്ടി ഒരു റീൽസ് ഇട്ടു. അതായത് ഒരു വീഡിയോ പ്രചരിപ്പിച്ചു. അതിൽ മനംനൊന്ത് ദീപക് എന്ന യുവാവ് ജീവനൊടുക്കി. ഈ ദീപക്കിന് ഒരു അച്ഛനും അമ്മയുമുണ്ട്. ആ അച്ഛനും അമ്മയ്ക്കും ഈ ദീപക്കല്ലാതെ വേറെ ആരും തന്നെ ഇല്ല. വയസ്സുകാലത്ത് ആകെ നോക്കാനുള്ള ഒരു വ്യക്തി എന്നത് ഈ ദീപക്കാണ്. ആ അച്ഛൻ്റെയും അമ്മയുടെയും കണ്ണീരിന് എന്ത് തന്നെ വില നൽകിയാലും മതിയാവില്ല. ഈ ഷിംജിത മുസ്തഫ എന്തിനാണ് ഈ പണി ചെയ്തത്? അവർ ഇന്നിട്ട് എന്ത് നേടി? അവരിന്നിപ്പോൾ എവിടെയാണ്? പുറത്തിറങ്ങാൻ പറ്റാത്ത വിധത്തിൽ പോലീസിനെയും ജനങ്ങളെയും പേടിച്ച് എവിടെയോ നോക്കാത്ത ദൂരത്ത് ജനങ്ങളെ സേവിക്കാൻ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു മുൻ പഞ്ചായത്ത് മെമ്പർ ഈ നാടിൻ്റെ ഒരവസ്ഥ എന്താണെന്ന് നോക്കൂ. മുൻ പഞ്ചായത്ത് മെമ്പറാണെങ്കിലും ഇന്നും സമൂഹത്തിൽ ഒരു സ്ഥാനത്ത് നിൽക്കുന്ന വ്യക്തിയാണ് ഷിംജിത മുസ്തഫ. ജനങ്ങൾക്ക് മാതൃകയാവേണ്ട ആൾ. ഒരു അച്ഛനെയും അമ്മയെയും വഴിയാധാരമാക്കി ഇനി ജയിലിലേക്ക് പോകാം. ഈ ഷിംജിത മുസ്തഫയ്ക്ക് മാതൃകാപരമായ നല്ല ശിക്ഷ തന്നെ കൊടുക്കണം. എങ്കിലേ ഇനിയും ഇതുപോലുള്ള സംഭവങ്ങൾ ഈ ലോകത്ത് ആവർത്തിക്കാതിരിക്കുകയുള്ളൂ. ഷിംജിത മുസ്തഫ ജീവിതകാലം മുഴുവൻ ഈ അച്ഛൻ്റെയും അമ്മയുടെയും കണ്ണുനീരിന് നല്ല വില നൽകേണ്ടി വരും. അതിൽ ഒരു സംശയവുമില്ല. ഓക്കെ, ബൈ. നമുക്ക് വീണ്ടും കാണാം.